വൈബ്രന്റ് ഗുജറാത്ത് സമ്മിറ്റിൽ പങ്കെടുക്കാൻ UAE പ്രസിഡന്റ് ഇന്ത്യയിൽ. ലക്ഷ്യമിടുന്നത് ഗുജറാത്തിലേക്ക് വൻകിട നിക്ഷേപങ്ങൾ. ഗുജറാത്തിൽ മോദി ഷെയ്ഖ് മുഹമ്മദ് സംയുക്ത റോഡ് ഷോ. ലൈസൻസ് ഇല്ലാത്ത വ്യാപാരികളിൽ നിന്ന് പച്ചക്കറി വാങ്ങരുതെന്ന് ഒമാൻ ഫുഡ് സേഫ്റ്റി മന്ത്രാലയം. കൃത്യമായ ഡിസ്പ്ലേ, സ്റ്റോറേജ് മാനദണ്ഡങ്ങൾ പാലിക്കണം. പരിശോധന കർശനമാക്കാനും മന്ത്രാലയ തീരുമാനം. 2023 ഏറ്റവും കൂടുതൽ പേർ ഉംറയ്ക്കെത്തിയ വർഷം. ഉംറ നിർവഹിച്ചത് 1,35,00,000-ലേറെ പേർ. മുൻവർഷത്തെ അപേക്ഷിച്ചുണ്ടായത് 1/2 കോടിയുടെ വർധനവ്. ഗാർഹിക തൊഴിലാളി റിക്രൂട്ട് നിരക്ക് പുതുക്കി കുവൈറ്റ്. റിക്രൂട്ട് ചെയ്യുന്നതിന് വിമാന ടിക്കറ്റും ഇനി നിർബന്ധം. നടപടി തൊഴിലുടമകളും റിക്രൂട്ട്മെന്റ് ഏജൻസികളും തമ്മിലെ തർക്കം പരിഹരിക്കാൻ. നമസ്കാരം. കൂടുതൽ വൈബ്രന്റ് ആകാൻ ഇന്ത്യ UAE ബന്ധം. 10ാമത് വൈബ്രന്റ് ഗുജറാത്ത് സമ്മിറ്റിൽ പങ്കെടുക്കാൻ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ നേരിട്ട് ഇന്ത്യയിലെത്തിയിരിക്കുന്നു. അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടെത്തിയാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. ഗുജറാത്തിലേക്ക് വൻകിട നിക്ഷേപങ്ങൾ ലക്ഷ്യമിട്ട് നടത്തുന്ന വൈബ്രന്റ് സമ്മിറ്റ് നാളെയാണ്. UAE ഭരണാധികാരി നേരിട്ടെത്തുമ്പോൾ ഇന്ത്യൻ വ്യവസായ ലോകം നിക്ഷേപ പ്രതീക്ഷകൾ ഉറ്റുനോക്കുന്നത് എന്തെല്ലാമാണ്? പരിശോധിക്കുന്നു ഗൾഫ് 18 പ്രവാസി ശബ്ദം. സ്വാഗതം. സാമ്പത്തിക വിദഗ്ധൻ ശ്രീ ഭാസ്കർ രാജ്, കോൺഗ്രസ് അനുഭാവി അഡ്വക്കേറ്റ് അജി കുര്യാക്കോസ്, BJP അനുഭാവി TR രമേശ് എന്നിവർ ചേരുന്നു പാനലിസ്റ്റുകളായി. 3 പേർക്കും പാനലിലേക്ക് സ്വാഗതം. ആദ്യം ശ്രീ ഭാസ്കർ രാജ്, ഇതിനൊരു നിക്ഷേപ സാധ്യതകൾ പരിശോധിച്ചുകൊണ്ട് തുടങ്ങണം എന്ന് കരുതുന്നതുകൊണ്ട് കൂടിയാണ് താങ്കളിലേക്ക് ആദ്യം എത്തുന്നത്. ഇന്ത്യയോട് കൂടുതൽ നിക്ഷേപ സൗഹൃദമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുക എന്നുള്ളത് UAE കഴിഞ്ഞ കുറച്ച് സമയമായി സ്വീകരിച്ചു വരുന്ന ഒരു ആറ്റിറ്റ്യൂഡ് കൂടിയാണ്. ഇങ്ങനെ ഒരു സമ്മിറ്റിലേക്ക് നേരിട്ട് UAE പ്രസിഡന്റ് തന്നെ എത്തുമ്പോൾ വലിയ ഒരു നിക്ഷേപ സാധ്യത, വ്യവസായ സാധ്യത, അതെല്ലാം ഉറ്റുനോക്കാനുള്ള സാധ്യത കൂടുതൽ തന്നെയാണ്. ഇത് ഏത് രീതിയിലാണ്, ഏത് കരാറിന്റെ തുടർച്ചകളാണ് ഗുജറാത്തിൽ വീണ്ടും ആവർത്തിക്കപ്പെടുക എന്നാണ് താങ്കൾ വിലയിരുത്തുന്നത്? തീർച്ചയായിട്ടും ഇത് നേരത്തെ തുടങ്ങി വെച്ച ചില ഇനിഷ്യേറ്റീവ്സിന്റെ തുടർച്ച തന്നെയാണ്. കാരണം ഏതാണ്ട് ഒരു 7 വർഷത്തിന് മുമ്പായിരുന്ന ഇന്ത്യയും UAE തമ്മിലുള്ള ബന്ധം അനുസരിച്ചിട്ട് UAE ഇന്ത്യയിലെ അടിസ്ഥാന മേഖലയിൽ $75 ബില്യൺ ആയിരുന്നു നിക്ഷേപിക്കാനായിട്ട് തീരുമാനിച്ചിരുന്നത്. 75 ബില്യൺ, ഏതാണ്ട് 6,20,000 കോടി രൂപയുടെ നിക്ഷേപങ്ങളായിരുന്നു അടിസ്ഥാന മേഖലയിൽ, ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് മാത്രം നേരത്തെ തീരുമാനിച്ചിരുന്നത്. അതനുസരിച്ച് മുൻപോട്ട് കൊണ്ടുവരികയായിരുന്നു, റെയിൽവേ, റോഡ്സ്, മറ്റ് ഗതാഗതത്തിലെല്ലാം കൂടെയായിട്ട്. അതിനുശേഷമാണ് ഇതൊരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും ഒരു സംസ്ഥാന മുൻകൈ എടുക്കുന്ന ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്, UAE പ്രസിഡന്റ് പങ്കെടുക്കുന്നത്. ഇത് G20 മീറ്റിംഗിന്റെ തുടർച്ചയാണ്. സെപ്റ്റംബറിൽ ഉണ്ടായിരുന്നു G20 മീറ്റിംഗിലും അദ്ദേഹം പ്രധാന ഇൻവൈറ്റി ആയിരുന്നു. അതിനോടനുബന്ധിച്ചിട്ടായിരുന്നു UAEയും സൗദി ഉൾപ്പെടെ G20 അംഗമാകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനോടനുബന്ധിച്ച് തന്നെയായിരുന്നു നേരത്തെ നമ്മൾ പറഞ്ഞിരുന്ന പോലെ ഒരു സാമ്പത്തിക ഇടനാഴി, അതായത് ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് ഒരു സാമ്പത്തിക ഇടനാഴി അന്ന് പ്രഖ്യാപിച്ചിരുന്നു. അതനുസരിച്ചിട്ട് ഇന്ത്യയും മറ്റ് രാജ്യങ്ങളും തമ്മിലുള്ളതായ, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുമായിട്ടുള്ളതായ വ്യാപാര ബന്ധം വർദ്ധിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ ചരക്ക് ഗതാഗതം സുഗമമാക്കുന്നതിനും വേഗത്തിലാക്കുന്നതിനും ഉപകരിക്കുന്നുണ്ടായിരുന്നു. ഇതായിരുന്നു അതിന്റെ ഒരു അനുബന്ധമായിട്ടാണ് ഇപ്പോൾ ഇത് തുടങ്ങിയിരിക്കുന്നത്. പ്രവാസികൾക്ക് ഞാൻ അതിലൊന്ന് ആഡ് ഓൺ ചെയ്ത് ചോദിക്കുന്നത്, പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പ്രവാസ ലോകത്ത് നിന്ന് നിങ്ങൾ പറയുമ്പോൾ അതിന് മറ്റൊരു തലമുണ്ടല്ലോ. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം നേരിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ നേരിട്ട് ഫലത്തിൽ വരുന്ന ഏതെങ്കിലും കരാറുകൾ അതിനകത്ത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അത് ഏത് രീതിയിലാണ് പ്രവാസ ലോകം ഉറ്റുനോക്കുന്നത്? ഉണ്ട്, തീർച്ചയായിട്ടും. നേരത്തെ ഉള്ളതിന്റെ ഒരു അനുബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീപ കരാർ, അല്ലെന്നുണ്ടെങ്കിൽ കോംപ്രിഹെൻസീവ് ഇക്കണോമിക് പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റ് ഇന്ത്യയുമായിട്ട് ഒപ്പിട്ടിട്ടുണ്ടായിരുന്നു. 2020 മെയ്യിലായിരുന്നു. അതിനുശേഷം അത് ഇംപ്ലിമെന്റ് ചെയ്തത്, അന്ന് അത് വിഭാവനം ചെയ്തത്, അതായത് സമഗ്ര സാമ്പത്തിക സഹകരണ കരാറായിരുന്നു. അത് വിഭാവനം ചെയ്തത് ഇന്ത്യയും UAEയും തമ്മിലുള്ള വ്യാപാരം ഏതാണ്ട് $100 ബില്യൺ
$100 ബില്യൺ ആക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. അത് 5 വർഷം കൊണ്ട്. പക്ഷേ ആദ്യത്തെ വർഷം തന്നെ അതിൻ്റെ 60% നമ്മൾ നേടിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ഇതനുസരിച്ചിട്ട് ഇന്ത്യയും യു എയും തമ്മിലുള്ള വ്യാപാര ബന്ധത്തിൽ ഇന്ത്യയിലുള്ളതായ ഉൽപ്പന്നങ്ങൾ യു എയിൽ വിൽക്കുന്നതിനും വേണ്ടും യു എയിലെ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ ഡ്യൂട്ടി ഫ്രീ ആയിട്ട് ഏതാണ്ട് 395ഓളം പ്രോഡക്ട്സ് ഇവിടെ ഡ്യൂട്ടി ഫ്രീ ആയിട്ട് നമുക്ക് ഇവിടെ അതായത് ഡ്യൂട്ടി ഇല്ലാതെ വിൽക്കുന്നതിനും തിരിച്ചുണ്ടാകും. പിന്നെ മറ്റൊന്ന് അത് വിഭാവനം ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ സംരംഭകർക്ക് യു എയിലെ സംരംഭങ്ങൾ തുടങ്ങുന്നതിനും ഇവിടെ നിന്നും മെയ്ഡ് ഇൻ യു എ ഇ എന്നുള്ള ലേബലിൽ ഏതാണ്ട് 20 രാജ്യങ്ങളിലേക്ക് അവരുടെ വ്യാപാരവും അതുപോലെ തന്നെ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയും വർദ്ധിപ്പിക്കാനായിട്ട് ഉപകരിക്കുന്നതാണ്. ഇത് പ്രവാസികൾക്ക് പ്രയോജനം ചെയ്തത് പ്രവാസികൾ പ്രധാനമായിട്ടും പിന്നെ സംരംഭകരായ പ്രവാസികൾക്ക്. തീർച്ചയായിട്ടും ഞാൻ തിരികെ എത്താം. അഡ്വക്കേറ്റ് അജു കുര്യാക്കോസ്, ഇന്ത്യൻ സംരംഭകർക്ക് ഡയറക്റ്റ് ആയിട്ട് ഏത് രീതിയിലാണ് ഈ ഒരു സന്ദർശനം, ഈ ഒരു സബ്മിറ്റ് പ്രയോജനപ്പെടുത്തുക എന്നുള്ളതിനെ കുറിച്ചാണല്ലോ ശ്രീ ഭാസ്കർ രാജു പറഞ്ഞു നിർത്തുന്നത്. സ്വാഭാവികമായിട്ടും പ്രവാസ ലോകത്തിന് ഉറ്റുനോക്കാനേറെ കഴിയുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ആ രീതിയിലുള്ള അന്താരാഷ്ട്ര കൂടിക്കാഴ്ചകൾ, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റുമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ ഇതാദ്യമായിട്ടല്ല NDA സർക്കാർ ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്. സ്വാഭാവികമായിട്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്ന ഒരു കാലഘട്ടമായതുകൊണ്ട് തന്നെ ഇത്തരം ഇനിഷ്യേറ്റീവുകൾ അത് സർക്കാരിന് കൂടുതൽ മൈലേജ് നൽകില്ലേ? ഏത് രീതിയിൽ കാണുന്നു താങ്കൾ? അഡ്വക്കേറ്റ് രാജു കുര്യാക്കോസ്, ഒന്ന് അൺമ്യൂട്ട് ചെയ്യണ്ടേ താങ്കളുടെ ഓഡിയോ? ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിട്ട് നമ്മൾ ഇപ്പോൾ സംസാരിക്കുന്ന സമയത്ത് ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയിട്ടുള്ളതല്ല ഈ തരത്തിലുള്ള ഇന്ത്യയും യു എയും തമ്മിലുള്ള ബന്ധങ്ങൾ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇത് ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രം മാത്രമാണ്. അതാണ് ഏറ്റവും വലിയ സംഭവം. കാരണം സിറ്റിസൺഷിപ്പ് ആക്ട് അത് കൊണ്ടുവരാൻ പോവാണ് ഇന്ത്യയിൽ. അവിടെ അനുഭവിക്കുന്ന പാവപ്പെട്ട മുസ്ലിം സമൂഹത്തെ കുറിച്ചിട്ട് ആർക്കും അറിയില്ല. നമ്മളിപ്പോഴല്ല മനസ്സിലാക്കേണ്ടത്. ഇന്ന് UAE പ്രസിഡന്റ് ഇന്ത്യയിലേക്ക് വരുന്നു. അദ്ദേഹത്തെ ഗുജറാത്തിൽ കൊണ്ടുപോയിട്ട് ഒരു പോർക്കാഴ്ച കാണിച്ചു കൊടുക്കും. അത് കഴിഞ്ഞതിന് ശേഷം കുറെ കരാറിൽ ഒപ്പിടിപ്പിക്കും. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെ സംബന്ധിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഏറ്റവും വലിയ വിഷയം, ഇത് ഇന്ത്യ UAE എന്ന് പറഞ്ഞ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ ഇന്ന് തുടങ്ങിയതല്ലോ, ഇത്രയും വർഷങ്ങളായിട്ട് തുടങ്ങിയിട്ടുള്ള ബന്ധങ്ങളാണ്. അപ്പൊ ആ ബന്ധങ്ങളൊക്കെ നടത്തി അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ തുടർന്നുകൊണ്ടിരിക്കുന്ന ബന്ധത്തെ കുറിച്ചിട്ട് ഇപ്പൊ നമ്മൾ സംസാരിക്കുമ്പോൾ ഇപ്പൊ നമ്മൾ പുതുതായിട്ട് വരാൻ പോകുന്ന ഭാസ്കർ രാജ് സാർ പറഞ്ഞു പുതിയ പല പ്രൊജക്ടുകൾ കൊണ്ടുവരാൻ, പുതിയ പല പ്രൊജക്ടുകൾക്കും സംവിധാനം ചെയ്യാൻ പോകുന്നു. ഇത് ഇന്ന് തുടങ്ങിയിട്ടുള്ളതല്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മോഡി സർക്കാർ വന്നതിന് ശേഷം ഇന്ത്യ UAE ബന്ധം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കൊണ്ടുവരുന്നത് മൊത്തം ഇന്ത്യയിൽ അദ്ദേഹത്തിന്റെ ഗുജറാത്തിലേക്ക്, ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് ഗുജറാത്തിലേക്കാണ്. ഗുജറാത്തിലേക്ക് കൊണ്ടുവരുന്ന സംഭവങ്ങൾ അദ്ദേഹം ഗുജറാത്തിൽ നിന്ന് വന്ന മുഖ്യമന്ത്രിയായിട്ട് വന്നിട്ടുള്ള പ്രധാനമന്ത്രിയാണ്. അപ്പൊ നമുക്ക് ഇന്ത്യ എന്ന് പറഞ്ഞ വാസ്റ്റ് ആയിട്ടുള്ള നമുക്കൊരു കൺസെപ്റ്റിൽ കൊണ്ടുവരുമ്പോൾ ഇത് ഇന്ത്യയിലേക്ക് ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇനി ഇത് പുതിയ സംവിധാനത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇവര് ഇപ്പം പുതിയ തരത്തിലേക്ക് നമ്മൾ UAE കൊണ്ടുവരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, UAE ഗവൺമെന്റ് ഇത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഈ മുസ്ലിം സമുദായത്തിനെ ഇവിടെ അടിച്ചമർത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നും ഈ ഏകീകൃത സിവിൽ കോഡും അതുപോലെ തന്നെ ICCA ഇത് രണ്ടും കൊണ്ടുവരുമ്പോൾ അവരെ സംബന്ധിച്ചിട്ട്, മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിട്ട് അവർ ഇന്നും അടിച്ചമർത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് പുറം ലോകത്തിലേക്ക് വരികയാണ്. പുറം ലോകത്തിൽ വരുമ്പോൾ അത് പുറം ലോകത്തിലേക്ക് അത് ചർച്ചയായിട്ട് വരികയാണ്. ആ ചർച്ചയായിട്ട് വരുന്ന സമയത്ത് ഇതെല്ലാം മാറിപ്പോകും. കാരണം ഇത് ഒരു പുറംപൂച്ചി മാത്രമേ ഉള്ളൂ. അതായത് പക്ഷേ അഡ്വക്കേറ്റ് രാജു കുര്യാക്കോസ്, ഞാൻ ഇടപെട്ട് ചോദിക്കുന്നതിൽ ക്ഷമിക്കണം. നമ്മൾ ഈ ഏകീകൃത സിവിൽ കോഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രസ്താവനകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്ത് നിന്ന് ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ട്. അതല്ലാതെ രീതിയിലുള്ള പൗരത്വ ഭേദഗതി ബില്ലടക്കമുള്ള വിഷയങ്ങളും അതിനുള്ള പ്രതിഷേധങ്ങളൊക്കെ കണ്ടതാണ്. അതിനുശേഷവും ലോകരാജ്യങ്ങളുമായിട്ട് നയതന്ത്ര ബന്ധം കൂടുതൽ ഊഷ്മളമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഇന്ത്യ സർക്കാർ അവകാശപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സന്ദർശനങ്ങൾ, ഇങ്ങോട്ടുള്ള രാഷ്ട്രതലവന്മാരുടെ സന്ദർശനങ്ങൾ, അതെല്ലാം എടുത്തു
കാണിച്ചുകൊണ്ടാണ് ഈ പറയുന്നത് വെറും വാക്കല്ല, വെറും അവകാശവാദമല്ല എന്ന് NDA സർക്കാർ വാദിക്കുന്നത്. അതുപോലും ഒരു ഗിമ്മിക്ക് മാത്രമാണ്, ഇപ്പോൾ നടക്കുന്നത് അടക്കം ഒരു തെരഞ്ഞെടുപ്പ് ഗിമ്മിക്ക് മാത്രമാണെന്ന് ആരോപിക്കുകയാണോ താങ്കൾ? അല്ല, ഏകീകൃത സിവിൽ കോഡ് എന്ന് പറയുന്നത് മറ്റു രാജ്യങ്ങളെ കുറിച്ച് ഒരു പ്രശ്നമില്ല. മറ്റു രാജ്യങ്ങൾക്ക് ഇതൊന്നൊരു വിഷയമല്ല. ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തെ കുറിച്ച് ഏകീകൃത സിവിൽ കോഡും പൗരത്വ നിയമ ഭേദഗതിയും ഇതെല്ലാം ഇന്ത്യ രാജ്യത്തെ, ഇത് സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് സൊസൈറ്റി കൺട്രി എന്ന് പറയുന്നതാണ് നമ്മുടെ ഇന്ത്യ. അപ്പൊ നമ്മുടെ ഏകീകൃത രാജ്യത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഇതൊന്നും പ്രശ്നമല്ല. കാരണം പുറത്തേക്ക് പോകുമ്പോൾ, പുറത്തുള്ള ആൾക്കാരെ കാണുമ്പോൾ, അപ്പം UAE പോലെയും UK പോലെയും മറ്റു രാജ്യങ്ങളെ പോലെ ആൾക്കാരെ കാണുമ്പോൾ ഇതൊന്നും നമുക്കൊരു പ്രശ്നമല്ല, അവർക്കൊരു പ്രശ്നമല്ല. നമ്മളെ സംബന്ധിച്ചിട്ട് നമുക്കൊരു പ്രശ്നമാണ്. കാരണം ഇന്ന് മണിപ്പൂരിലും അതുപോലെ തന്നെ വെസ്റ്റ് ബംഗാളിലും നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെ കുറിച്ച് നമുക്ക് അറിയാം. അപ്പൊ അവിടെയൊക്കെ ജമ്മു കാശ്മീരിൽ എന്താ നടക്കുന്നത്? ഇതൊന്നും ഗുജറാത്തിലേക്ക് വരുന്ന UAE പ്രസിഡന്റിനെ കുറിച്ച് ഇതൊന്നും വിഷയമല്ല. അദ്ദേഹം വരുന്നത് ഒരു രാജ്യത്തിലേക്കാണ്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു, അദ്ദേഹം വരുന്നു. അത് എവിടേക്കാ പോകുന്നത് അദ്ദേഹത്തിന് അറിയില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു വ്യക്തി, ആ വ്യക്തി ഏതോ രാജ്യത്ത് നിന്ന് വരുന്നു, അദ്ദേഹത്തിനെ ക്ഷണിക്കുന്നത് ആ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹം വരുമ്പോൾ അവിടെ പോകുന്നു, ആ പരിപാടിയിൽ പങ്കെടുക്കുന്നു, അവിടത്തെ കാണുന്നു. ഇതല്ല ഈ ഇന്ത്യ. ഞാൻ ഒരു കാര്യം കൂടെ അഡ്വക്കേറ്റ് രാജകുര്യസ്, ഒരു കാര്യം കൂടെ, പല രാജ്യത്തലവന്മാർ ഇന്ത്യയിൽ വരുന്നുണ്ട്. പക്ഷേ നമ്മൾ ഗൾഫ് ഡിബേറ്റിൽ ഇത് എടുക്കുന്നത് UAE പ്രസിഡന്റ് വരുന്നത് കൊണ്ടാണ്. പ്രവാസികൾക്ക് ഗുണകരമാകുന്ന കരാറുകൾ അതിനകത്ത് ഉൾപ്പെട്ടേക്കാം, അത് നമുക്ക് ഉറ്റുനോക്കാവുന്നതാണ് എന്ന് ശ്രീ ഭാസ്കർ രാജ് പോലെ ഒരാൾ പറയുന്ന ഒരു തലമുണ്ടല്ലോ. ആ തലവും നിങ്ങൾ മുഖവിലേക്ക് എടുക്കുന്നില്ല എന്ന് കൂടിയാണോ? തീർച്ചയായിട്ടും. കാരണം ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ഗാസയെ ആക്രമിച്ചു. നിങ്ങൾ മനസ്സിലാക്കണം, ഏറ്റവും കൂടുതൽ ഇസ്രായേൽ ജനങ്ങളെ സ്വീകരിച്ച് ആനയിച്ച് കൊണ്ടുവന്ന രാജ്യമാണ് UAE, എസ്പെഷ്യലി അബുദാബി, ദുബായ്. അവിടെ കൊണ്ടുവന്നപ്പോഴും അവർ കൊണ്ടുവന്നതിന് ശേഷം ഗാസയിലെ അക്രമം നടന്നപ്പോൾ അപലപിച്ചു. കാരണം നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ തൊടണം, എങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇസ്രായേല് ഗാസയെ ആക്രമിച്ചപ്പോൾ അപലപിച്ച രാജ്യമാണ് UAE. അതുപോലെ തന്നെയാണ് ഇനി വരാൻ പോകുന്ന, നേരത്തെ പറഞ്ഞ പോലെ ഏകീകൃത സിവിൽ കോഡും അതുപോലെ തന്നെ പൗരത്വ നിയമമൊക്കെ വരുമ്പോൾ ഇന്ത്യയിൽ സംഭവിക്കുന്ന മുസ്ലിമുകൾക്ക് എന്തെങ്കിലും ഒരു ആപത്ത് വരുമ്പോഴാണ് ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആ പോയിന്റ് വ്യക്തമാണ് അജുകുര്യകസ്. ഞാൻ തിരികെ എത്താം. ശ്രീ TR രമേശ്, കാതലായിട്ടുള്ള വിഷയങ്ങൾ, ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള വിഷയങ്ങൾ, ഇതൊന്നും അഡ്രസ്സ് ചെയ്യാതെ ഒരു സർക്കാർ മുന്നോട്ട് പോകുന്നു. രാജ്യത്തലവന്മാരെ വിളിക്കുന്നു, സ്വീകരിച്ചിരുത്തുന്നു, കരാറുകളിൽ ഒപ്പിടിക്കുന്നു. അങ്ങനെ തെരഞ്ഞെടുപ്പിന് വെറും മാസങ്ങൾ മാത്രം, വിരലിലെണ്ണാവുന്ന മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ആ രീതിയിലുള്ള ഒരു ഷോ കാണിക്കുന്നു. അത് വരുന്ന രാജ്യങ്ങളും അല്പസമയത്തിനുള്ളിൽ തിരിച്ചറിയും. ഇതിൽ വലിയ കാര്യമുണ്ടാകുന്നില്ല, പ്രവാസികൾക്ക് നേരിട്ട് ഇതൊരു ഗുണപരമായ ഫലത്തിലേക്ക് എത്തുകയില്ല എന്നാണ് അജുകുര്യകോസ് പറഞ്ഞു നിൽക്കുന്നതിന്റെ ചുരുക്കമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറുപടി? അല്ല, ഇത് അജുകുര്യകോസ് പറഞ്ഞു നിർത്തുന്ന ഒരു രാഷ്ട്രീയമായിട്ടുള്ള അജണ്ടയുടെ ഭാഗം, അതിന് ഞാൻ വലിയ വില കൽപ്പിക്കുന്നില്ല. മറിച്ച് താങ്കൾ ആദ്യം ചോദിച്ചൊരു ചോദ്യത്തിലേക്ക് വരാം. 3.8 മില്യൺ ഇന്ത്യക്കാർ വസിക്കുന്ന ഭൂമിയാണ് UAE സംബന്ധിച്ചിടത്തോളം UAE-യും ഇന്ത്യയും ആയിട്ടുള്ള ബന്ധം കാലാകാലങ്ങളായിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾക്കറിയാം, 2015 ഞാൻ പ്രധാനമന്ത്രിയുടെ വിസിറ്റിനോടനുബന്ധിച്ച് മൊത്തത്തിലുള്ള UAE-യിലെ ജനങ്ങൾക്ക് പ്രധാനമന്ത്രിയുമായി ഇന്ത്യക്കാർക്ക് സംവദിക്കാനുള്ള 2015 ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടന്ന പ്രോഗ്രാമിന്റെ കൺവീനർ ആയിരുന്നു ഞാൻ. അപ്പൊ ആ പ്രോഗ്രാം സംഘടിപ്പിച്ച സമയത്ത് എനിക്കറിയാവുന്നതാണ് എത്തരത്തിലാണ് 10 ദിവസങ്ങളാണ് നമുക്ക് കിട്ടിയത്. പക്ഷെ UAE ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഏത് തരത്തിലുള്ള ഒരു സപ്പോർട്ടാണ് കിട്ടിയതെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ UAE ഇന്ത്യ ബന്ധം സുദൃഢമായ ഒരു രീതിയിലേക്ക് കൊണ്ടുവന്നത് NDA ഗവൺമെന്റ് ആണ് എന്നുള്ള ആർക്കും നിസ്സംശയം പറയാൻ കഴിയും. കാരണം അതിലും മുമ്പ് ഒരു പ്രധാനമന്ത്രി UAE വിസിറ്റ് ചെയ്തെന്നാണെന്ന് പോലും നമുക്കറിയില്ല. 2015 മുമ്പ്, അത്രയ്ക്കും വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. കാര്യം അത് കഴിഞ്ഞ് എത്രയോ പ്രധാനമന്ത്രിമാരുണ്ടായി, അവർക്കാർക്കും സമയം. ഇപ്പൊ 6 തവണ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 6 തവണ സന്ദർശിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ ഫെബ്രുവരിയിൽ 13, 14, 15 തീയതികളിൽ വീണ്ടും പ്രധാനമന്ത്രി വരാൻ പോകുന്നു. അപ്പോൾ ഇത് വെറും ഒരു ബന്ധമല്ല, സുദൃഢമായ ജപ്പാൻ പോലെ ഇന്ത്യക്ക് വിശ്വസിക്കാവുന്ന ഒരു പാർട്ട്ണറായിട്ട് ഇന്ത്യ ഗവൺമെന്റ് കാണുന്നു. അതേപോലെ ഇന്ത്യ ഗവൺമെന്റ് UAE കാണുന്നു. ഇന്ന് തന്നെ നോക്കൂ, UAE പ്രസിഡന്റിനെ ഹിസ് എക്സലൻസി മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനെ സ്വീകരിക്കാനായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി
നേരിട്ട് ചെല്ലുകയാണ്, പ്രോട്ടോകോളുകൾ മാറ്റിവെച്ച്. തിരിച്ച് അദ്ദേഹം ഇവിടെ വരുമ്പോഴും അത്തരത്തിലാണ് UAE പ്രസിഡന്റ് സ്വീകരിക്കാറുള്ളത്. അത് മാത്രമല്ല, ഇത്തരത്തിലുള്ള ബന്ധം എന്തുകൊണ്ടാണ് ബന്ധിപ്പിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു. അത് 3.8 മില്യൺ ജനങ്ങളാണ് UAE കഴിയുന്നത്. അവരുമായിട്ടുള്ള ബന്ധം എത്തരത്തിൽ സുദൃഢമാവണോ വേണ്ടേ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള സുദൃഢമായ ബന്ധത്തിൽ നിന്നാണ് വ്യാപാര കരാറുകൾ വരിക. ഇപ്പൊ നോക്കൂ, അദ്ദേഹം പറഞ്ഞു ഇതൊക്കെ കാലാകാലങ്ങളായിട്ട് നടക്കുന്നു. നിങ്ങൾ നേരത്തെ ഞാൻ ഒറ്റ വർഷത്തെ പറയാം. 2002 നിന്നും 2003 എത്തിയ സമയത്ത് 16% ഇന്ത്യയും UAE തമ്മിലുള്ള വ്യാപാരം കൂടി. 16% കൂടി 84.5 ബില്യൺ ഡോളറായി മാറി. എണ്ണ വ്യാപാരം നിങ്ങൾ നോക്കൂ, എണ്ണ വ്യാപാരത്തിലെ കറൻസി എക്സ്ചേഞ്ച് രൂപ ദിർഹംസിലാക്കി മാറ്റി. ഡോളറിന്റെ സ്വാശ്രയത്വം അവസാനിപ്പിച്ചു. അതേപോലെ തന്നെ നമ്മുടെ നയതന്ത്ര ബന്ധം, ഭാരതവും അതേപോലെ തന്നെ UAE തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന് തന്നെ വലിയൊരു മാറ്റം സംഭവിച്ചു. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള നയതന്ത്ര ബന്ധം ഉണ്ടാക്കിയിരിക്കുന്നത് ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായതിനു ശേഷമാണ്. അതുവരെയുള്ള ഒരു സാധാരണ ബന്ധമായിരുന്നു. മറിച്ച് ഇന്ത്യ നോക്കൂ, ഇന്ത്യയുടെ UN-ല്, അതായത് ഐക്യരാഷ്ട്രസഭയില് ഇന്ത്യക്ക് അവിടെ ഒരു കാര്യത്തിന് വേണ്ടി വോട്ട് ചെയ്യാൻ പറഞ്ഞാൽ UAE വോട്ട് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് കൊണ്ടുവന്നു. UAE അതിന് സപ്പോർട്ടഡ് ആയിരുന്നു. അത്തരത്തിലുള്ള ഏത് സ്ഥിരാംഗത്വം, അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഐക്യരാഷ്ട്രസഭയുടെ സ്ഥിരാംഗത്വത്തിന് വേണ്ടി UAE ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ തരത്തിൽ എല്ലാ രീതിയിലും ബന്ധങ്ങളെ മാറ്റിമറിച്ചുകൊണ്ട്, നയതന്ത്ര ബന്ധങ്ങളെ മാറ്റിമറിച്ചുകൊണ്ട്, ആ UAE മാത്രമല്ല മറ്റുള്ള എല്ലാ രാജ്യങ്ങളുമായി, UAE പർട്ടിക്കുലർലി പറയുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അല്ല TR രമേശ്, അതായത് ഇതുവരെ തുടർന്ന് വന്ന ഇനിഷ്യേറ്റീവുകളുടെ ഒരു പിന്തുടർച്ച അതാണ് നടക്കുന്നതെന്ന് നിങ്ങൾ അവകാശപ്പെടുമ്പോഴും ഈ പറഞ്ഞ ഒരു രാഷ്ട്രീയമായി അവിടെ ബാക്കി നിൽക്കുകയാണ്. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്, അത് വരും മാസങ്ങളിൽ നടക്കാനുണ്ട്. ഒരു ഇമേജ് ബിൽഡിംഗ് എന്ന് പറയുന്നത് അത് ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ പോലും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒഴിവാക്കാൻ ാകുന്ന കാര്യമൊന്നുമല്ല. അങ്ങനെയുള്ള ചില വിഷയങ്ങൾ ഇതിനകത്ത് ഉണ്ട് എന്ന് കോൺഗ്രസിനടക്കം പ്രതിപക്ഷത്തിനടക്കം ആരോപിക്കാനൊക്കെ തോന്നുകയാണെങ്കിൽ കണ്ണടച്ച് നിഷേധിക്കാൻ കഴിയില്ലല്ലോ. അല്ല, ഇത് കണ്ണടക്കേണ്ട കാര്യമില്ല. ഇന്ത്യയിൽ എന്നാണ് ഇലക്ഷൻ നടക്കാത്തത്? ഇന്ത്യയിലെ ഒന്നിലോ സംസ്ഥാനങ്ങളുടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ലോക്സഭ ഇലക്ഷൻ നടക്കുന്നുണ്ടോ, അങ്ങനെ പലതും നടക്കുന്നുണ്ടോ? ഇത് വൈബ്രന്റ് ഗുജറാത്തിന്റെ ഭാഗമായിട്ടാണ് പ്രസിഡന്റ് ഹിസ് എക്സലൻസി വരുന്നത് നമ്മുടെ ഇന്ത്യയിലേക്ക്. ഇങ്ങനെ ഓരോ ഇലക്ഷൻ നടക്കണമെന്ന് വിചാരിച്ച് നമുക്ക് മറ്റുള്ള രാജ്യങ്ങളുമായിട്ടുള്ള നയതന്ത്ര ബന്ധത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ പറ്റും? ഇത്തരത്തിലുള്ള കാര്യങ്ങളെ ബാലിശമായ ചിന്തകളാണ്. ഇതുകൊണ്ടാണ് ഈ കോൺഗ്രസ് ജയിക്കാത്തത് ഭാരതത്തില്. കോൺഗ്രസ് സ്ഥിരമായി തോറ്റുകൊണ്ടിരിക്കുന്നതിന്റെ ഒരു യഥാർത്ഥ കാരണം ഇതാണ്. അവര് യഥാർത്ഥത്തിൽ ഭാരതത്തിനെയോ ഇന്ത്യയുടെയോ മുന്നേറ്റത്തിനെ, ഇപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാര്യം നോക്കൂ, ഏറ്റവും അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരു കാശ്മീർ എന്തോ സംഭവിച്ചു എന്നാണ് പറയുന്നത്. കാശ്മീരിൽ നിങ്ങൾ കൂടി അറിയുന്നതാണ്, കാശ്മീരിൽ 500 ടൈംസ് ആണ് അവിടെ ടൂറിസ്റ്റുകളുടെ എണ്ണം കൂടിയിരിക്കുന്നത് ഈ ഒറ്റ 1.5 വർഷം കൊണ്ട്. അപ്പൊ അതൊന്നും അറിയാതെ കണ്ണടച്ചിരുട്ടാക്കിയാണ് അതിന്റെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ. ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ഇവര് മുതലക്കണ്ണീർ കൊടുക്കുന്നത്. അത് ന്യൂനപക്ഷങ്ങളുണ്ടെങ്കിൽ ന്യൂനപക്ഷങ്ങൾ ചോദിച്ചോളും. ഏറ്റവും കൂടുതൽ ന്യൂനപക്ഷങ്ങളുടെ സ്ഥലങ്ങളിലൊക്കെ ഇപ്പൊ ജയിക്കുന്നത് BJP ആണ്. അപ്പൊ ഇത്തരത്തിലുള്ള വാദങ്ങളൊന്നും നിലനിൽക്കില്ല എന്ന് അവർക്ക് തന്നെ അറിയാം. അതുകൊണ്ടാണ് ഇന്ത്യൻ ജനത അവരെ നിരാകരിക്കുന്നത്, 50 സീറ്റിനും താഴേക്ക് അവരെ ഒതുക്കുന്നത്. ഇപ്പൊ ഇവർ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലുള്ള രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ എനിക്ക് താല്പര്യമില്ല ഈ ഒരു സബ്ജക്റ്റിൽ. കാരണം ഇത് ഞാൻ ഇപ്പോൾ താമസിക്കുന്ന ഞങ്ങളുടെ UAE എന്ന് പറയുന്ന രാജ്യം, നമ്മുടെ മാതൃരാജ്യമായിട്ടുള്ള ഭാരതം തമ്മിലുള്ള ബന്ധത്തിനെ കുറിച്ചുള്ള ഒരു ഡിസ്കഷനാണ്. ആ ഡിസ്കഷനിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് നമ്മുടെ രാജ്യം, ഇത് രാജ്യമാണ്. ഇവിടെ കോൺഗ്രസോ BJPയോ CPM അല്ലെങ്കിൽ രാഷ്ട്രീയ വ്യത്യാസങ്ങളല്ല വേണ്ടത്. ഇവിടെ ഏത് തരത്തിലാണ് നമ്മളുടെ പുരോഗമനം, നമ്മൾ തമ്മിലുള്ള രാഷ്ട്രീയ നയതന്ത്ര ബന്ധങ്ങൾ മെച്ചപ്പെടുത്തേണ്ടത്. ആ നയതന്ത്രങ്ങൾ മെച്ചപ്പെടുത്തി കഴിഞ്ഞാൽ ഏതൊക്കെ, അതിനാണ് ഞാൻ പറഞ്ഞത്, രൂപയിലാണ് വിനിമയം നടക്കാൻ പോകുന്നത്. ഇനി മുതൽ ഡോളറുടെ സ്വാശ്രയത്വം അവസാനിപ്പിക്കാൻ. അതായത് ഒറ്റ കാര്യം കൂടി, ഒരു കാര്യം കൂടി, പ്രവാസ ലോകത്തിന്, മലയാളികൾ അടങ്ങുന്ന പ്രവാസ ലോകത്തിനടക്കം നേരിട്ട് ബെനിഫിറ്റ് കിട്ടുന്ന വിഷയങ്ങൾ ഇതിനകത്തുണ്ടാകും. ഈ കരാറിന്റെ ഒരു ദൂരവ്യാപകമായിട്ടുള്ള സാധ്യതകൾ അങ്ങനെയാണെന്നുള്ളൊരു പ്രതീക്ഷ താങ്കൾക്കുണ്ട് ഒരു പ്രവാസി എന്ന നിലയിൽ? തീർച്ചയായിട്ടും ഉണ്ടല്ലോ. ഇപ്പൊ നമുക്ക് ഓരോ സബ്ജക്ട് വൈസ് ആയിട്ട് നമുക്കറിയാം. ഓരോ സബ്ജക്ട് വൈസ് ആയിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിമാർ വിസിറ്റ് ചെയ്യുന്നു. അതേപോലെ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി നിരന്തരം വിസിറ്റ് ചെയ്യുന്നു. ഇവിടുത്തെ ഇന്ത്യയിലെ 3.8 മില്യൺ വരുന്ന പ്രവാസികളുടെ കാര്യങ്ങൾക്കായിട്ട് ഇടപെടുന്നു. ഇങ്ങനെ നിരന്തരമായിട്ടുള്ള ശ്രമം നടക്കണമെങ്കിൽ, അത്തരത്തിലുള്ള ഒരു മുന്നേറ്റം നടക്കണമെങ്കിൽ
തീർച്ചയായിട്ടും ഇന്ത്യയും UAE തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടണം എന്നുള്ളതാണ്. ആ മെച്ചപ്പെടലാണ് കഴിഞ്ഞ 9 വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്നത്. ഓക്കെ, ഞാൻ തിരികെ എത്താം ശ്രീ ടി ആർ രമേശ്. ആ ഒരു വിഷയം തന്നെ ശ്രീ ഭാസ്കർ രാജ്, NDA സർക്കാരും UAE തമ്മിലുള്ള ബന്ധം വാണിജ്യപരമായി, വ്യാവസായികപരമായി, ടെക്നോളജിക്കലി, ഗതാഗതപരമായി എല്ലാം പല രീതിയിലുള്ള മൈൽ സ്റ്റോണുകൾ കടക്കാനായിട്ടുണ്ട് എന്നുള്ളത് അതൊരു വാദം മാത്രമാണോ? അതിനൊരു ആധികാരികത ഏത് രീതിയിലാണ് ഈ കഴിഞ്ഞ 9 വർഷത്തെ കണക്കെടുക്കുമ്പോൾ? ആ ഒരു പശ്ചാത്തലത്തിൽ കൂടി വേണമോ വൈബ്രന്റ് സമ്മിറ്റിലെ UAE പ്രസിഡന്റിന്റെ വിസിറ്റിനെ കാണാൻ? തീർച്ചയായിട്ടും ഇതിലൊരു രാഷ്ട്രീയ മാനം കാണുന്നത് തന്നെ തെറ്റാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാര്യം രണ്ട് രാജ്യങ്ങൾ തമ്മിലാണ്. ഇത് NDA സർക്കാർ പോലും അല്ല. ഇപ്പൊ ഇത് കോൺഗ്രസ് ഗവൺമെന്റ് ആണെന്നുണ്ടെങ്കിലും പിന്നെ NDA ആണെങ്കിലും UPA ഏത് ഗവൺമെന്റ് ആണെങ്കിൽ തന്നെയും രാജ്യങ്ങൾ തമ്മിലാണ് ബന്ധത്തെപ്പറ്റി നമ്മൾ ആലോചിക്കേണ്ടത്. കാര്യം ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇന്ത്യക്കാരെയാണ് കാണുന്നത്, അല്ലാതെ കോൺഗ്രസ് അനുഭാവികളെന്നോ അല്ലെങ്കിൽ CPM അനുഭാവികളെന്നോ ഒരു ഉദ്ദേശത്തിലല്ല. ഇന്ത്യയെ സമഗ്രമായിട്ടാണ് കാണുന്നത്. നോക്കുമ്പോൾ ഇന്ത്യയും UAE തമ്മിലുള്ളതായ വ്യാപാര വ്യവസായ ബന്ധങ്ങൾ, വാണിജ്യ ബന്ധങ്ങൾ വർദ്ധിക്കുമ്പോൾ നമുക്ക് അൾട്ടിമേറ്റ്ലി ഉള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ വ്യവസായങ്ങൾ വരുന്നു, ഇന്ത്യയിൽ അവരുടെ എന്താ പറയുക ഇൻവെസ്റ്റ്മെന്റ്സ് വരുന്നു, നിക്ഷേപം വരുന്നു. അതനുസരിച്ച് നമുക്ക് അവിടെ ഉണ്ടാകുന്ന വളർച്ചയെ പറ്റി, സാമ്പത്തിക വളർച്ചയാണ് നോക്കേണ്ടത്. ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞിടയിൽ ഉണ്ടായിട്ടുള്ള ഒരു വ്യത്യാസം, അനേക ദശകങ്ങളായിട്ട് നടന്നിരുന്നായിരുന്നു ഇന്ത്യയും UAE അല്ലെങ്കിൽ എണ്ണ വ്യാപാരത്തില് ഡോളറായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഈ കഴിഞ്ഞ മാസമായിരുന്നു UAE-യുമായിട്ടുള്ള ഒരു എഗ്രിമെന്റ് അനുസരിച്ചിട്ട് അഡ്നോക്കും IOC ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ തമ്മിലുള്ള എഗ്രിമെന്റ് അനുസരിച്ചിട്ട് 1 മില്യൺ ബാരൽ എണ്ണ നമ്മൾ ഇറക്കുമതി ചെയ്തത് രൂപയിലായിരുന്നു അതിന്റെ സെറ്റിൽമെന്റ് നടത്തിയത്. ഇത് നമ്മളുടെ ഒരു സമഗ്രമായ വേറൊരു പ്ലാനിന്റെ ഭാഗമാണ്. കാരണം ഇന്ത്യൻ രൂപ ഇപ്പോൾ ഇന്റർനാഷണലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്താരാഷ്ട്രവൽക്കരിച്ചിരിക്കുന്ന ഈ സമയത്ത് ഡോളറൈസേഷന്റെ ഭാഗമായിട്ട് UAE-യുമായിട്ടുള്ള ഇത് വളരെ വളരെ പിന്നെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു അലയൻസ് ആണ്. ഇത് ഇന്ത്യയുടെ സാമ്പത്തിക പുരോഗതിക്ക് ഇത് പ്രയോജനം ചെയ്യുന്നത്. നമ്മൾ ഇതിനകത്ത് രാഷ്ട്രീയമായിട്ട് അല്പം പോലും കാണാൻ പാടില്ല എന്നുള്ളതാണ്. സാമ്പത്തിക പുരോഗതി എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് ഭാഗങ്ങളിലും ഉണ്ടാകുന്ന വ്യവസായ പുരോഗതി, അതോടൊപ്പം തന്നെ തൊഴിലവസരങ്ങൾ, ബാക്കി എല്ലാ വ്യവസായം നോക്കുകയാണെങ്കിൽ, പിന്നെ മറ്റൊന്ന് പിന്നെ രാഷ്ട്രീയപരമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ എപ്പോഴും UAE-യുമായിട്ടുള്ള ഒരു ബന്ധമുണ്ടായിരുന്നു, ഒരേ ചേരിയിൽ തന്നെ ആയിരുന്നു. അത് തന്നെയല്ല, പുതിയൊരു ബ്ലോക്ക് വരാൻ പോവുകയാണ് ഇപ്പോൾ. ആ G20 ശേഷം ഉണ്ടാകുന്ന ഈ ബ്ലോക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉണ്ടായ നമ്മുടെ ഒരു സാമ്പത്തിക ഇടനാഴി, ഈ ഇടനാഴി വരുമ്പോൾ ഉണ്ടാകുന്നതായ സാമ്പത്തിക അല്ലെങ്കിൽ വാണിജ്യ പുരോഗതിയെ പറ്റി കൂടെ നമ്മൾ നോക്കണം. അപ്പോൾ നമ്മൾ എന്താണ് യഥാർത്ഥത്തിൽ ലക്ഷ്യമിടേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരോഗതിയാണ് വരേണ്ടത്. സാമ്പത്തിക പുരോഗതി വരുമ്പോൾ രാഷ്ട്രീയം കാണാൻ പാടില്ല. ഇത് ഏത് പാർട്ടിയാണെങ്കിൽ തന്നെയും. പിന്നെ മറ്റൊന്നും അദ്ദേഹം പറഞ്ഞു, UAE പ്രസിഡന്റ് ഗുജറാത്ത് സന്ദർശിച്ചു. എനിക്ക് ഓർമ്മയുണ്ട്, ഒരു 3 വർഷം മുമ്പാണ് ചൈനീസ് പ്രസിഡന്റ് ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഗുജറാത്തിൽ മാത്രമായിരുന്നു അദ്ദേഹം വന്നിരുന്നത്. ചൈനീസ് പ്രസിഡന്റ് വന്നിട്ട് അദ്ദേഹം പോയിരുന്നു. അപ്പൊ അതിനകത്തൊരു രാഷ്ട്രീയമാനം നമ്മൾ കണ്ടില്ലല്ലോ. അപ്പോൾ ഇപ്പോഴും അത് കാണാൻ പാടില്ലെന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അല്ല, അതിലൊരു ചെറിയൊരു സംശയമില്ല. സ്വാഭാവികമായിട്ടും മലയാളികൾ അടങ്ങുന്ന വലിയൊരു പ്രവാസി സമൂഹം, അത് മലയാളി സമൂഹം കൂടുതലായതുകൊണ്ട് തന്നെ G20 തുടർച്ചയായിട്ടാണ് ഈ സമ്മിറ്റിന്റെ പല കരാറുകളും എന്ന് താങ്കൾ തന്നെ തുടക്കത്തിൽ പറയുകയുണ്ടായി. ഗുജറാത്തിലേക്ക് മാത്രമായിട്ട് അത് ഫോക്കസ് ചെയ്യുകയാണോ, അതൊരു ഡീസെൻട്രലൈസേഷൻ നടക്കുകയാണോ എന്നുള്ളൊരു തോന്നൽ സ്വാഭാവികമായിട്ടും വരില്ലേ? ഇല്ല, നമ്മൾ എന്താണ് വ്യവസായികൾ നോക്കുന്നത്? എവിടെയാണ് ഏറ്റവും നല്ല വ്യവസായം അല്ലെങ്കിൽ പിന്നെ ബിസിനസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള രാജ്യം, സ്ഥലം എവിടെയുണ്ട്? ഉദാഹരണത്തിന് വെസ്റ്റ് ബംഗാളിൽ നിന്നും ആ ടാറ്റയുടെ പ്രോജക്റ്റ് എന്തുകൊണ്ടാണ് ഗുജറാത്തിലേക്ക് വന്നത്? അവരെല്ലാ സൗകര്യങ്ങളും, അടിസ്ഥാന സൗകര്യങ്ങളും അവർക്ക് തുറന്നു വെച്ചു സിംഗറൂരിൽ നിന്ന് വന്നതിന് ശേഷം. അതുപോലെയാണ് മറ്റെല്ലാ വ്യവസായങ്ങളും ഇവിടെ വരുന്നത്. അതിനു മുൻപ് പിന്നെ മഹാരാഷ്ട്രയിൽ നിന്നും ഒരു പ്രോജക്റ്റ്, പിന്നെ നമ്മുടെ ഏതായിരുന്നു, ഒരു കാറിന്റെ ഓട്ടോമൊബൈൽ പ്രോജക്റ്റ് തമിഴ്നാട്ടിലേക്ക് പോയി. കേരളത്തിലാണെങ്കിൽ അത് പറ്റും. പക്ഷെ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ എവിടെ ഇൻവെസ്റ്റേഴ്സ് അതിലൊരു എനിക്കൊരു ചെറിയൊരു ക്ലാരിഫിക്കേഷൻ. വ്യവസായ നിക്ഷേപത്തിന് ഗുജറാത്തിന് ഒരുപക്ഷെ പ്രോമിനൻസ് കിട്ടിയാലും ഈ നടക്കാൻ പോകുന്ന കരാറുകൾ രാജ്യവ്യാപകമായിട്ട് ഒരു ഇംപ്ലിക്കേഷൻ ഉള്ളതാണ്. അങ്ങനെ ഒരു പ്രതീക്ഷയുണ്ട് അല്ലേ? അപ്പൊ ഗുജറാത്തിലുള്ള ഏത് വ്യവസായവും ഓൾ ഇന്ത്യ വ്യവസായത്തിൽ തന്നെയാണ്. അവരുടെ ഏത് ബിസിനസ് നടത്തി കഴിഞ്ഞാലും അവരുടെ പ്രോഡക്റ്റ്, ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് ഈ ഗുജറാത്തിന് വെളിയിലായിരിക്കാം. അല്ലെങ്കിൽ ഗുജറാത്തിൽ തന്നെ തൊഴിലവസരങ്ങൾ കൊടുക്കുമ്പോൾ മലയാളികൾക്ക് പോലും പ്രയോജനപ്പെടുന്ന മറ്റൊന്ന് നോക്കാം. പിന്നെ വേറൊന്ന്, ഏത് ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാലും അത് ഒരു സംസ്ഥാനത്തിൽ മാത്രമായിട്ട് നിൽക്കുന്നില്ലല്ലോ. അതാണ് നമ്മൾ അത് നോക്കേണ്ടത്. ഓക്കെ, റൈറ്റ്. ഭാസ്കർ രാജ്, ആ പോയിന്റ് വ്യക്തമാണ്. അഡ്വക്കേറ്റ് അജി കുര്യാക്കോസ്,
വ്യാവസായികമായിട്ട് പ്രോമിനൻസ് ഉള്ള ഒരു സംസ്ഥാനത്തേക്ക് അദ്ദേഹം സന്ദർശനം നടത്തുന്നു എന്നുള്ളത് അത് ഒരു പക്ഷേ കേരളം അടക്കമുള്ള മറ്റ് സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് അത് കോൺഗ്രസിന് ഉന്നയിക്കാവുന്ന ഒരു ആരോപണമൊക്കെ ഉണ്ട്. ഒരു ഇടതുപക്ഷ പാനലിസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ആ ചർച്ചയ്ക്ക് സാധുതയില്ല ഈ ഡിബേറ്റിൽ. എങ്കിൽ പോലും ഇതിൻ്റെ ഇപ്പോൾ നടപ്പാക്കുന്ന കരാറുകളുടെ ആകത്തുക എന്ന് പറയുന്നത് മുഴുവൻ പ്രവാസ ലോകത്തിന് അല്ലെങ്കിൽ പ്രവാസി സംരംഭകരാകാൻ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ ഗുണകരമാകുന്ന രീതിയിലാണ് എന്ന് കൂടിയല്ലേ വിശദമാക്കുന്നത് ശ്രീ ഭാസ്കർ രാജ്? അതിന്റെ ആ ഒരു പോസിറ്റീവ് പോയിന്റുകൾ അംഗീകരിക്കപ്പെടേണ്ടതല്ലേ? നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഇന്ന് ഗുജറാത്ത് അല്ല ഇന്ത്യ, അത് ആദ്യം മനസ്സിലാക്കണം. പിന്നെ ഈ ഭാസ്കർ രാജ് സാറ് ഇത്രയും BJP മോട്ടിവേറ്റഡ് ആയിട്ട് പോകുന്നത് ഞാൻ വലിയ വിഷമമായി പോയി എനിക്ക്. ഞാൻ BJPയുടെ രാഷ്ട്രീയം അല്പം പോലും കാണാതെയാണ് ഞാൻ പറഞ്ഞതെന്ന് ഓർക്കുക. അല്ല, ഞാൻ പറഞ്ഞത് മാത്രം. അതായത് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റും, UAE എന്ന് പറഞ്ഞ രാജ്യത്ത് നമുക്ക് ജെനുവിൻലി കോടതി മാത്രം എടുക്കാം. കോടതികളിൽ ഓരോ മതവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഫാമിലി മാറ്റേഴ്സ് തീരുമാനിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഹിന്ദു ആണെങ്കിൽ ഹിന്ദു മാരേജ് ആക്ട് അല്ലെങ്കിൽ ഡിവോഴ്സ് ആക്ട്, ക്രിസ്ത്യൻ ആണെങ്കിൽ ക്രിസ്ത്യൻ മാരേജ് ആക്ട്, ക്രിസ്ത്യൻ ഡിവോഴ്സ് ആക്ട്, അവരങ്ങനെയാണ് കരുതുന്നത്. ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവരുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിട്ട് ഇന്ത്യ ഒരു ഹിന്ദു രാജ്യമായി, ഞാൻ പറഞ്ഞിട്ടുണ്ട് രമേശ്, ഇന്ത്യ ഒരു ഹിന്ദു രാജ്യമായിട്ട് മാറ്റിക്കെടുക്കുകയാണ് ഇവർ ചെയ്യുന്നത്. UAE എന്ന് പറയുമ്പോൾ UAE ഒരു മുസ്ലിം കൺട്രിയാണ്. ഒരു മുസ്ലിം കൺട്രിയിൽ ഒരു രാജ്യത്ത് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ, അതായത് പേഴ്സണൽ ലോസ് എടുക്കുമ്പോൾ അവർ തീരുമാനിക്കുന്നത് അതത് പേഴ്സണൽ ലോസ് ആണ് തീരുമാനിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളിപ്പോ നേരത്തെ പറഞ്ഞല്ലോ, കണ്ടമാനം സംഭവങ്ങൾ കൊണ്ടുവരുന്നു, ഗുജറാത്തിലേക്ക് കൊണ്ടുവരുന്നു, ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നു. ഇതൊക്കെ കുറെ കാലങ്ങളായിട്ട് സാർ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം എല്ലാ പ്രധാനമന്ത്രിമാർ വരുമ്പോഴും, നരേന്ദ്രമോദി വന്നപ്പോഴും കുറച്ചു കാലമായിട്ട് വന്നിട്ടുണ്ട്. അതിനു മുമ്പും ഇതൊക്കെ നടന്നിട്ടുണ്ട്. ഇത് ഒരു മീഡിയ പബ്ലിസിറ്റി കൊടുത്തിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അദ്ദേഹം വന്നപ്പോൾ അതിന് പബ്ലിസിറ്റി കൊടുത്തു. അദ്ദേഹം ഗുജറാത്തിൽ കൊണ്ടുവന്നപ്പോൾ അദ്ദേഹത്തിന് ഒരു പബ്ലിസിറ്റി കൊടുത്തു, അത്രേ ഉള്ളൂ. അദ്ദേഹവും ഇതിനു മുമ്പും ഈ രാജ്യത്ത് വന്നപ്പോഴും UAE വന്നപ്പോഴും ഇതിനു മുമ്പും പ്രധാനമന്ത്രി വന്നപ്പോഴും ഇവരെല്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ഓക്കെ, അത് മീഡിയ പബ്ലിസിറ്റി മാത്രമാണ്. ചുരുങ്ങിയ വാക്കുകളിൽ TR രമേശ് മറുപടി. ഒന്ന് അവസാനിപ്പിച്ചോട്ടെ. അതായത് ഈ മീഡിയ പബ്ലിസിറ്റിയാണ് BJP ഇന്ന് ആഗ്രഹിക്കുന്നത്. 2024 വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും ജയിക്കാം. ഓക്കെ, ആ പോയിന്റ് വ്യക്തമാണ്. TR രമേശ് അതൊന്ന് അവസാനിപ്പിക്കാം. അതായത് ഇതില് വ്യക്തമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം, പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം, UAE പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയും ഭാരതവും UAE തമ്മിലുള്ള ബന്ധം അതിശക്തമാവണം. ഇത്തരത്തിലുള്ള പെറ്റി പൊളിറ്റിക്സിന് വേണ്ടി അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പ്രതീതി പറഞ്ഞ ഒരു രാഷ്ട്രീയത്തിലേക്ക് കിടക്കാൻ എനിക്ക് താല്പര്യമില്ല. നമ്മുടെ രാജ്യവും മറ്റൊരു രാജ്യവും തമ്മിലുള്ള വ്യാപാര വ്യവസായ ബന്ധത്തിനെ ഊർജിതപ്പെടുത്തുന്ന വൈബ്രന്റ് ഗുജറാത്ത് സംഘടിപ്പിക്കുന്ന സമയത്ത് ഗുജറാത്ത് ഇന്ത്യയുടെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം, കോമൺ സെൻസ് എങ്കിലും അദ്ദേഹം കാണിക്കുന്നത്. റൈറ്റ്, ഞാൻ സമയപരിമിതി കൊണ്ടാണ് ഇടപെടുന്നത്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇത് ഗുജറാത്തിൽ മാത്രമായിട്ട് ഒതുങ്ങി പോകുമോ എന്നുള്ള ഒരു ആശങ്ക സ്വാഭാവികമായിട്ടും ഉയരാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ കരാറുകൾ കൊണ്ട് പ്രവാസ ലോകത്തിന് ഗുണമുണ്ട് എന്നുള്ളൊരു വിലയിരുത്തലും സാമ്പത്തിക വിദഗ്ധരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ആ വിലയിരുത്തൽ ഒക്കെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഈ ചിന്തയ്ക്ക് വഴിവെക്കുന്നതിന് ഒരു കാരണം എന്ന് പറഞ്ഞാൽ അദാനിയും അംബാനിയും ഒക്കെ ഗുജറാത്തികളായി പോയി എന്നുള്ളത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഒരു പക്ഷേ റൈറ്റ്, തീർച്ചയായും. ഏതായാലും ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് UAE പ്രസിഡന്റ് ഇന്ത്യയിൽ എത്തുകയും ചെയ്തിരിക്കുന്നത്. നാളെയാണ് വൈബ്രന്റ് സമ്മിറ്റ് തുടങ്ങുന്നത്. പ്രധാനപ്പെട്ട എന്തെല്ലാം കരാറുകളായിരിക്കും നടപ്പാവുക എന്ന് വരും ദിവസങ്ങൾ വ്യക്തമാവുകയും ചെയ്യും. വളരെയധികം നന്ദി. സമയപരിമിതി കൊണ്ടാണ് വീണ്ടും അതിഥികളിലേക്ക് വരാൻ കഴിയാത്തത്. ഭാസ്കർ രാജ്, അഡ്വക്കേറ്റ് രാജി കുര്യോസ്, ഒപ്പം TR രമേശ്. വളരെയധികം നന്ദി. ഗൾഫ് 18 ചേർന്നത് പൂർണ്ണമാകുന്നു ഗൾഫ് 18 പ്രവാസി ശബ്ദം. നമസ്കാരം.